പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഒരു സ്പെഷ്യൽ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. ചെറിയൊരു കാറ്റുണ്ട് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് അടുപ്പ് കത്താൻ ചെറിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ കുഴപ്പമില്ല നമുക്ക്. അപ്പോൾ അടുപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കത്തിയുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് വെള്ളം തിളപ്പിക്കാനുള്ള പാത്രം വയ്ക്കാം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഏതാണ്ട് ഒരു 3/4 ഭാഗം വെള്ളം നമുക്ക് ഒഴിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതിൽ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഗ്യാപ്പിൽ നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിയാം. നമുക്ക് എന്തായാലും വെള്ളം തിളങ്ങുമ്പോൾ സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇതിൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. 2-3 തവണ കഴുകണം പച്ചക്കറി കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അവരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ. നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ. അപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക്. പച്ചക്കറി കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ 2 പ്രാവശ്യം കഴുകുന്നത് നല്ലതാണ് നമുക്കിപ്പോഴും. അപ്പോൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ നമ്മൾ ഏതാണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തത് അരി നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഇന്ന് ബിരിയാണിക്ക് വേണ്ടി നമ്മൾ 2 കിലോ അരിയാണ് നമ്മൾ എടുത്തോക്കുന്നത്. അപ്പോൾ ചെറിയ അരിയാണ് നമ്മൾ എടുത്തോക്കുന്നത്. ചെറിയ അരിയാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് നമുക്ക് മുന്നേ വയ്ക്കുമ്പോഴൊക്കെ തോന്നിയുള്ളത്. വലിയ അരി ആകുമ്പോൾ ടേസ്റ്റ് കുറവാണ് നമുക്ക് തോന്നിയുള്ളത്. അതുകൊണ്ട് ചെറിയ അരിയാണ് എടുത്തോക്കണം. അപ്പോൾ അരി എന്തായാലും നമുക്ക് 2-3 പ്രാവശ്യം അരി കഴുകണം. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ എന്താ വെച്ചെങ്കിൽ നമ്മൾ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ പുതിയതായതുകൊണ്ട് അതുപോലെ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ എന്താ വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്തുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അരി നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചിക്കനും കാര്യങ്ങളൊക്കെ നല്ലപോലെ കഴുകിയെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നമുക്ക് നല്ലപോലെ 2-3 വട്ടം കഴുകിയെടുക്കണം. ഇപ്പോൾ വെള്ളം തിളയ്ക്കണമെങ്കിൽ ഗ്യാപ്പിൽ ചിക്കൻ കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മസാലയും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ മസാലയും കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ ആകെ കുറച്ച് മസാലകൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യം കുറച്ച് മുളക് പൊടി നമുക്ക് ഇടാം. സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയ്ക്ക് മസാലകൾ മാത്രമാണ് നമ്മൾ ബിരിയാണി വയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണുള്ളൂ. വേറെ പ്രത്യേകിച്ച് മസാലകൾ കാണുന്നത് ഉപയോഗിക്കണില്ല നമ്മൾ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുന്ന ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളെ കണക്ക് പ്രകാരം എത്ര ഉപ്പ് പിടിച്ച് ആവശ്യത്തിന് നോക്കിയിട്ടിടുക.
പിന്നെ അതുപോലെ മസാലയും കാര്യങ്ങളൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറുനാരങ്ങ നീര് ഇതിൽ പിഴിഞ്ഞ് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പിടിക്കൂലേ, പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ നമുക്ക് ചിക്കൻ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. ഇപ്പോൾ നാരങ്ങ നീരൊക്കെ നമ്മൾ നന്നായി പിഴിയുണ്ടില്ല. നാരങ്ങേൻ്റെ കുരു ഇതിലുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കളയണം. ചിക്കൻ കാലൊക്കെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പച്ചക്കറി കാലൊക്കെ നമ്മുടെ ഫ്രണ്ട്സോടെ അരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഇതായിട്ട് വന്നിട്ടില്ല. അവർക്കൊരു പണി കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്യാപ്പിൽ വെള്ളം കാലൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എന്തായാലും അരി ഇടാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അരി ഇടുമ്പോൾ നോക്കിയിട്ട് ഇടണം. മേത്തിക്ക് വെള്ളം തെറിക്കാതെ നോക്കുക. 2 കിലോ അരിയാണ് നമ്മൾ ഇന്നത്തെ ബിരിയാണിക്ക് വേണ്ടി എടുത്തുള്ളത്. നമ്മളൊരു 5-6 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അരിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് കുറച്ച് ഡാൽഡ നമുക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഡാൽഡ കുറച്ച് ഒഴിച്ചാൽ മതി. ഡാൽഡ അധികം ഒഴിക്കുന്നത് നല്ലതല്ല. ഡാൽഡ അധികം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര വെള്ളത്താകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ആർക്കും കൊടുക്കാണ്ട് നല്ലത്, നമുക്ക് കഴിക്കാൻ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡാൽഡ കുറച്ച് ഒഴിക്കുക. പിന്നെ നേരത്തെ നമ്മൾ ബാക്കി വെച്ചാൽ കുറച്ച് മസാല ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി മാത്രമേ എടുത്തിടും. നമ്മൾ ഇത് ബിരിയാണിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇതിലിടുന്നത്. അല്ലാതെ വേറെ മസാലയും കാര്യങ്ങളൊന്നും നമ്മളിതിൽ ഉപയോഗിക്കണില്ല. അപ്പോൾ നമുക്ക് ഇനി മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കണ വരെ കാത്തിരിക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് അവരോടൊക്കെ നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തമായിട്ട്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഫ്രണ്ട്സുകൾ തന്നെയാണുള്ളത്. അപ്പോൾ അവർ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിയുണ്ട്. ചങ്ക് ഫ്രണ്ട്സുകൾ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ഫ്രണ്ട്സുകൾ കഴിഞ്ഞ വേണ്ടി നമ്മൾ അവരെ പരിചയപ്പെടുത്താനുണ്ടാകും. എൻ്റെ പേര് സുജിതാണ്. പിന്നെ ഇവൻ്റെ പേര് മിഥുൻ, എൻ്റെ പേര് രോഹിത്ത്, സിദ്ധി. പിന്നെ മെയിൻ ചങ്ക് ഷെഫിനാണ്. പിന്നെ പേര് ഷരുതാണ്. ഷെഫിന്റെ മോൻ കാണാൻ ഇവിടെയാ. ഷെഫ് എപ്പത്തി നോക്കടാ. എല്ലാവരും ഭയങ്കര പണിയാണ്. അപ്പോൾ നമ്മൾ അരിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ അരി തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇതെന്താണെന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ഒട്ടിക്കുന്നത്. അധികം ഒറ്റിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ചെറുനാരങ്ങ നീര് ഒറ്റിച്ചു കൊടുത്താൽ മതി. ചെറുനാരങ്ങ വരുമ്പോൾ അതിൽ കുരു അരി വീണ്ട് ചെയ്യുക. അപ്പോൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഒരു നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മിക്സിയിലിട്ട് അടിക്കാനുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത്ര പോരാ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തുള്ളത്. ഒരു 2 ഉണ്ട വെളുത്തുള്ളിയും ഒരു 10-20 പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയാണ് നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കണം. മുളക് പൊടി കുറവ് ഉപയോഗിക്കാനാണ് നമ്മൾ ഇത്രയ്ക്കധികം പച്ചമുളക് ഉപയോഗിച്ച് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മുടെ അരി കാണാൻ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരിനെ പെട്ടെന്ന് നമുക്കൊന്ന് അരി ഊറ്റിയെടുക്കണം. അല്ലെങ്കിൽ അരി വേറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിരിയാണി ഫുള്ള് മിസ്സിങ് ആവും. അപ്പോൾ അരിയുടെ ഒരു വെവാണ് നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അരി കറക്റ്റ് പാകമാണ് വെവും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ എടുത്തുള്ളത്. അപ്പം ഇനിയിപ്പോൾ അരി എന്തായാലും നമുക്കൊരു കൊട്ടയ്ക്ക് ഊറ്റിയിടാം. അരി പെട്ടെന്ന് തന്നെ ഊറ്റിയിടണം. നമ്മൾ വെള്ളം തിളച്ചിട്ട് നല്ല ചൂടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരി എടുത്തിടണം. ഈ അരി മാറ്റിയിട്ട് നമ്മൾ ഈ പാത്രത്തിലാണ് നമുക്ക് ആവശ്യമായ ചിക്കൻ കാര്യങ്ങളൊക്കെ നമ്മൾ ദമ്മുള്ള ചിക്കൻ കാര്യങ്ങളൊക്കെ ഈ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്.
അപ്പോൾ അരിയൊക്കെ ഊറ്റി നമ്മൾ ആ പാത്രം വീണ്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡാൽഡ മൊത്തത്തിൽ നമുക്ക് ചിക്കനിലേക്ക് ഉപയോഗിക്കാം. പിന്നെ സെപ്പറേറ്റ് വെളിച്ചെണ്ണ കാരണം നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല, ഡാൽഡ മതിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി മാക്സിമം 250 ഡാൽഡയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡാൽഡ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പാത്രത്തിലാണ് നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ എണ്ണയൊക്കെ കറക്റ്റായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച സബോളയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. സബോളയ്ക്ക് നല്ലപോലെ മൂക്കണം, ഒരു ബ്രൗൺ കളർ ആവണം സബോളയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് തന്നെ സബോളയും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുള്ള നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലപോലെ ഇളക്കുക. അപ്പോൾ സവാള ഏതാണ്ട് ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടിച്ച് ചിക്കനിൽ നമുക്ക് നേരത്തെ ഇപ്പോൾ അരച്ചു കൊടുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളക് പേസ്റ്റും ലേശം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നേരത്തെ നമ്മൾ അരച്ച് കൊടുക്കുന്നതാണ്, ഇപ്പോഴാണ് നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ചിക്കനിൽ നല്ലപോലെ മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കണ വരെ നമുക്ക് കറക്റ്റായിട്ട് വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ടാവും നമ്മൾ ചിക്കനിൽ മസാലയ്ക്ക് കാര്യം പരട്ടി വെച്ചിട്ട്. അപ്പോൾ നന്നായി മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാകുന്ന വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സബോളയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പച്ചമുളകും ഇഞ്ചി പേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി പേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ തക്കാളിയും കാര്യങ്ങളൊക്കെ ഇതിലിടുന്നത്. അപ്പോൾ ഇതിൻ്റെ നെപ്പ് നമ്മൾ ഇട്ട പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒരു പച്ചമുളകൊക്കെ ചെറുതായിട്ട് മാറി കിട്ടി മതി. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പിടിക്കാണ്ട് നോക്കണം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഗ്യാസുമ്മേക്കാണ് വെക്കേണ്ടത് വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ പുറത്തടുപ്പിൽ വെക്കാണ്ട് ഫ്ലെയിമും കാര്യങ്ങളൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഇളക്കി നന്നായി നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം, നമ്മൾ ചിക്കൻ അടി പിടിക്കാണ്ട് നോക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചിട്ടൊന്ന് വേവിക്കാം. അതുപോലെ കുറച്ച് തൈര് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് പുളിക്ക് വേണ്ടിയിട്ട് തൈര് വെച്ച് കൊടുക്കാൻ നല്ലതാണ് ചിക്കനിൽ. നല്ലപോലെ ഇളക്കണം. ചിക്കൻ കാലൊക്കെ ഇതിൻ്റെ അത്യാവശ്യം വെന്തുണ്ട്. വേപ്പിൻ്റെ ഇല കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇലയൊക്കെ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനും കാണാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ വെബും കാണാനൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റണം ദമ്മിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ, ഇപ്പം തന്നെ ഒരു പകുതി ചിക്കൻ നമുക്ക് ഈ ഒരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണി റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം.
നല്ലപോലെ എല്ലാ സൈഡിക്കും കറക്റ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ റൈസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് പൊതിനയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ജസ്റ്റ് അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇത് ബിരിയാണിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചതിൽ പൊതിനയും കുറച്ച് ക്യാരറ്റും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഫുൾ കളർഫുൾ ആകാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടും. അതാണ് ദം ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ ഏതായിട്ടും ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് പ്രസ് ചെയ്യാതെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡും. ഇപ്പോൾ കുറച്ചുകൂടി റൈസ് ബാക്കിയുണ്ട്. ബാക്കിയുള്ള റൈസ് നമുക്ക് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മുടെ പാത്രം ഇപ്പോൾ കറക്റ്റ് അളവിനുള്ള പാത്രം നമ്മൾ എടുത്തോളുന്നത്. അപ്പോൾ അതൊക്കെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത അരിഞ്ഞ് ദമ്മിയുടെ പരിപാടിക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു മുൻകൂട്ടി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് മൈദ വെള്ളം നനച്ച് വെച്ചിട്ടുണ്ടാകും നമ്മൾ. അപ്പോൾ നമുക്ക് നന്നായി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഉള്ളിൽ നിന്ന് എയർ പുറത്തേക്ക് പോകാത്ത വിധത്തിൽ നല്ലപോലെ മൈദ ഇട്ടൊന്ന് അടച്ചു കൊടുക്കാം. എല്ലാ സൈഡിലും നമ്മൾ കറക്റ്റായിട്ട് അതുപോലെ ഇട്ട് കൊടുക്കണം. ഫുൾ എയർ ടൈറ്റായിട്ട് ഇരിക്കണം. പിന്നെ ഒരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈദ ചൂടായിട്ട് പൊട്ടുന്ന സമയത്താണ് നമ്മൾ കറക്റ്റായിട്ട് ഇത് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് എയർ ടൈറ്റായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. എയർ ലീക്ക് ആവുകയാണെങ്കിൽ പിന്നെ എയർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദം ബിരിയാണിയുടെ ഒരു ഇത് കുറയും. പിന്നെ നമുക്ക് അടുപ്പിന് മുകളിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നേരത്തെ തന്നെ കണ്ണിലും കാലൊക്കെ നമ്മൾ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറ്റി വെച്ച കണ്ണിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വരിടാം. അടിയിൽ നമുക്ക് തീൻ്റെ ആവശ്യം വരുന്നില്ല. മുകളിലാണ് നമുക്ക് കറക്റ്റായിട്ട് ഹീറ്റ് ഇടുന്നുണ്ട്. അടിയിൽ തീ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടി പിടിക്കുള്ളൂ. അപ്പോൾ അടിയിൽ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മുകളിൽ വരണ ആവി ഒന്ന് സക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചോക്കുന്നത്. ഇപ്പോൾ ആവശ്യത്തിന് കണലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വാരിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആകുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലിട്ട മൈദയും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു പൊട്ടൽ വരും. അപ്പോഴാണ് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു സലാഡിക്കുള്ള കുറച്ച് സവോളയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് വെക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഫ്രണ്ട്സോളൊന്ന് ഭയങ്കര അരിയിലാണ് ഇരുന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എന്താ പറയുക പച്ചക്കറി കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. സവോളയും തക്കാളിയും പച്ചവെള്ളം കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് തൈര് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരിക്ക് നമുക്കൊന്ന് അരിഞ്ഞ് വെച്ച് സവോളയും തക്കാളിയും പച്ചവെള്ളം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളവിടെ ഇതിന് സാധാരണ സലാഡ് എന്നാണ് നമ്മൾ പറയാറ്. നമ്മളവിടെ സാധാരണ ഇതിന് കച്ചമ്പറ എന്നാണ് പറയാറ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇളക്കുക. നമ്മുടെ സലാഡും കാര്യങ്ങളൊക്കെ റെഡി ഉണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 2 മണിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് അപ്പോൾ എല്ലാവരും സൈഡിൽ നിന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദമ്മ് പൊട്ടിക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലത്തെ കണ്ണിലും കാര്യങ്ങളൊക്കെ നമ്മൾ വാരി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം, ദമ്മ് പൊട്ടിച്ച് നോക്കാം. അതിന് വേണ്ടി നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ദമ്മിന് വേണ്ടി നമ്മൾ സൈഡിലൊടിച്ച് മൈദയും കാര്യങ്ങളൊക്കെ പറിച്ചു കളഞ്ഞ് നോക്കാം. അത് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ റൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. റൈസ് വേവ് കൂടിയിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് ഇനി എന്തായാലും കഴിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ഒരുമിച്ച് തന്നെ കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഇനി കഴിച്ചിട്ട് പറയാം. അപ്പോൾ ബാക്കിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിച്ചു നോക്കി പറയാം. ചൂടല്ലേ? നന്നായി വന്നിട്ടുണ്ട് കയ്യപ്പൊള്ളി എങ്ങനെയുണ്ട് എല്ലാവരും ചോദിച്ചു നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ? സൂപ്പർ ഗൈസ്, പൊളി. സൂപ്പർ അടിപൊളി.